നമുക്ക് ആദ്യം വേണ്ടത് ഈ ചെടിയുടെ ഇലയാണ്. ഇതാണ് മൾബറി ചെടി. ഇതിൻ്റെ ഇലയ്ക്കും ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ മൾബറി ചെടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പട്ടുനൂൽ പുഴു പട്ടുനൂൽ ഉണ്ടാക്കുന്നത് ഈ മൾബറി ചെടിയുടെ ഇല തിന്ന് ജീവിച്ചുകൊണ്ടാണ്. പട്ടെന്ന് പറയുന്നത് പ്രോട്ടീനാണ്. മൾബറിയുടെ ഇലകൾ കൊണ്ട് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റും. ഇത് കഴിച്ചിട്ടാണ് പട്ടുനൂൽ പുഴു പ്രോട്ടീനായിട്ടുള്ള സിൽക്ക് ഉണ്ടാക്കുന്നത് എന്ന് ഓർത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ മുടിയും ചർമ്മവും സിൽക്ക് പോലെ മിനുസമുള്ളതും നല്ലതുപോലെ വെട്ടിത്തിളങ്ങുന്നതുമാകാൻ ഇത് സഹായിക്കുമെന്ന്. മാത്രമല്ല നമ്മുടെ കൊളസ്ട്രോളും ഷുഗറും ഫാറ്റി ലിവറും എല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരു അത്ഭുത ഇല കൂടിയാണിത്. ഇതിൻ്റെ കമ്പ് വെച്ച് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും. ഈ ഒരു ചെടി കൊണ്ട് നമുക്ക് ജീവിതകാലം മൊത്തം ഇല പറിച്ചെടുക്കാൻ പറ്റും. ക്യാൻസറിൻ്റെ റിസ്ക് വരെ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. സാധാരണയായി നമ്മൾ മൾബറി പഴങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ. ഇതിൻ്റെ ഗുണങ്ങൾ അറിയാതെ ഇതിൻ്റെ കൊമ്പ് വെട്ടിക്കളയാറാണ് ഉള്ളത്. കൊളസ്ട്രോളും ഷുഗറും ഒക്കെ മാറാനുള്ള റെസിപ്പി തയ്യാറാക്കാൻ നമുക്ക് ഇതുപോലുള്ള ഇളം ഇലകളാണ് വേണ്ടത്. ഓരോ കമ്പിൻ്റെ അറ്റത്തുനിന്ന് 2-3 ഇലകൾ മാത്രം ചേർത്ത് മുറിച്ചെടുക്കുക. ചീര പോലും കുറച്ച് കഴിയുമ്പോൾ പോകും. പിന്നെ പുതിയതായി അരി പാകി കിളിർപ്പിച്ചെടുക്കണം. ഇത് അതുപോലല്ല. ഇത് ഒരു ചെടി മതി, നമുക്ക് ജീവിതകാലം മുഴുവൻ ഇല പറിച്ചെടുക്കാൻ പറ്റും. ചീരയേക്കാൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. ഇതെല്ലാം നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം വെള്ളം മാറാനായി വെക്കുക. ഇതിൻ്റെ വെള്ളമെല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇതിനി എല്ലാം കൂടി ഒന്ന് ചേർത്ത് പിടിച്ച് ചെറുതായി അരിഞ്ഞെടുക്കണം. നമ്മുടെ കൊളസ്ട്രോളും ഷുഗറും ഫാറ്റി ലിവറും എല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെജിറ്റബിളിൽ നിന്ന് പ്രോട്ടീൻ കിട്ടുന്നത് വളരെ കുറവാണ്. മൾബറി ലീവ്സ് നല്ലൊരു പ്രോട്ടീൻ റിച്ച് വെജിറ്റേറിയൻ സോഴ്സാണ്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്നത് എഗ്ഗ് വൈറ്റിൽ നിന്നാണ്. എന്നാൽ വെജിറ്റേറിയൻസിനും മുട്ട കഴിക്കാൻ പറ്റാത്തവർക്കും ഇത് കഴിക്കാവുന്നതാണ്. പ്രോട്ടീന് പുറമെ വൈറ്റമിൻ എ, സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ തുടങ്ങിയവയെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത് കഴിച്ചിട്ടാണ് പട്ടുനൂൽ പുഴു പ്രോട്ടീനായിട്ടുള്ള സിൽക്ക് ഉണ്ടാക്കുന്നത് എന്ന് ഓർത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. എല്ലാം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 6 ചെറിയ ഉള്ളി, 3 അല്ലി വെളുത്തുള്ളി, 4-5 കാന്താരി മുളക്, 1 കപ്പ് തേങ്ങ, ഇത്രയും എടുക്കുക. കാന്താരി മുളകിന് പകരം പച്ചമുളകായാലും മതി. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കണം. അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് വേണം ചതച്ചെടുക്കാൻ. എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി, കണ്ടമാനം അരഞ്ഞു പോകരുത്. ഇനി നമുക്ക് കറി വെക്കാനായി തുടങ്ങാം. ചൂടായ ഒരു ചട്ടിയിലേക്ക് 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറാനായി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മൾബറി ഇല ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത ശേഷം ഒന്ന് തട്ടിപ്പൊത്തി കൊടുത്ത് അടപ്പടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ചീര ഇല കൊണ്ട് നമ്മൾ തോരൻ വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ഇല കൊണ്ട് തോരൻ വെച്ചാൽ. ഇത് കൊളസ്ട്രോളും ഷുഗറും കുറയ്ക്കാൻ സഹായിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഇല്ലാതെ പ്രോട്ടീൻ കൂടുതൽ ഉള്ളതുകൊണ്ട് ഇത് ഫാറ്റി ലിവറിനും അത്യുത്തമമാണ്. ക്യാൻസറിൻ്റെ റിസ്ക് വരെ കുറയ്ക്കുന്നു. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് ക്യാൻസറിന് ഒരു കാരണമാവുന്നുണ്ട്. പ്രത്യേകിച്ചും മൈദ. അതൊക്കെ ഒഴിവാക്കി ഇങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു. മുടി നന്നായിട്ട് വളരാനും നല്ല ഉള്ളുണ്ടാവാനും പ്രോട്ടീൻ റിച്ച് ഫുഡുകളാണ് കഴിക്കേണ്ടത്. ഇത് അകാലനര കുറയ്ക്കുന്നു. ഇതിൽ കാലറി വളരെ കുറവായതുകൊണ്ട് ജോയിൻറ്റ് പെയിനുകൾ കുറയ്ക്കുന്നു. ഇങ്ങനെ ഒരുപാട് അത്ഭുത ഗുണങ്ങളുള്ള ഈ ഇല ആരും അറിയാതെ പോകരുത്. ഒരു കമ്പ് വെച്ച് നട്ടു വളർത്തിയാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ഇല പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ബെൽ ഐക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.